ഒന്നാം ട്രാക്കിൽ, രണ്ടാം ട്രാക്കിൽ, മൂന്നാം ട്രാക്കിൽ നമ്പർ 1. പായ്പാടൻ 2 കഴിഞ്ഞു. ഇപ്പൊ പായ്പാടൻ 1. ജവഹർ തായങ്കരി പായ്പാടൻ ഒന്നും തമ്മിലുള്ള വാശിയേറിയ മത്സരം 5ാം ഹീറ്റിൽ നടക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 1ാം ട്രാക്കിൽ സെന്റ് പായൻസ്, 2ാം ട്രാക്കിൽ ജവഹർ തായങ്കരി, 3ാം ട്രാക്കിൽ പായ്പാടൻ. ഈ ഈസി വലിയ വാശി ഉണ്ടാവില്ല. പായ്പാടൻ ഏകപക്ഷീയ ജയം പായ്പാടൻ തകർക്കോ? പായ്പാടൻ തകർക്കുമെന്നറിയില്ല. എന്തായാലും മിന്നൽ വേഗത്തിൽ ഈ പുന്നമടയിലെ ഗോളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് 100% നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഈ ജലമേളയിൽ നെഹ്റു ട്രോഫി ജലമേളയിൽ ഞങ്ങളും കരുത്തരാണ് തെളിയിച്ചുകൊണ്ട് ഇപ്പോൾ 3 വള്ളങ്ങൾ, 3 ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിന് 5ാം ഹീറ്റിൽ ഇറങ്ങുന്നു. അതിന്റെ കാഴ്ച പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം. മകാവലി നമസ്കാരം. അവിടെ തന്നെ ഇതുവരെയുള്ള ടൈമിംഗിൽ 1ാം സ്ഥാനത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുള്ള കാഴ്ചകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് പങ്കുവയ്ക്കൂ പ്ലീസ്. പറഞ്ഞതുപോലെ തന്നെ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പായ്പാടൻ നമ്പർ 1 അത് ബഹുദൂരം മുന്നിലേക്ക് ഇപ്പോൾ എത്തുന്ന കാഴ്ചയാണ്. തൊട്ടുപിന്നിൽ സെന്റ് പയസ് ആണോ ജവഹർ തായങ്കരി ആണോ എന്ന് അറിയാൻ കഴിയാത്ത രീതിയിലും മത്സരം മാറുന്ന കാഴ്ച. എന്തായാലും പായ്പാടൻ ഒരു വള്ളപ്പാടകലെ കുമരകം ബോട്ട് ക്ലബിന്റെ പായ്പാടൻ നമ്പർ 1 ഇപ്പോൾ ബഹുദൂരം മുന്നിലേക്ക്, ഒരു വള്ളപ്പാടകലെ മുന്നിലേക്ക് ഫൈനൽ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. 3 വള്ളങ്ങളാണ് മത്സരിച്ചത്. സെന്റ് പയസും ജവഹർ തായങ്കരിയും പായ്പാടനും. അതിൽ പായ്പാടൻ ബഹുദൂരം മുന്നിലേക്ക്. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സരമേ ഇല്ല, ഞങ്ങൾ ഇത്തവണ വിജയിച്ചിരിക്കും, ഞങ്ങൾക്കാണ് ഈ ഹിറ്റ്സിലെ 1ാം സ്ഥാനം എന്ന് ഉറപ്പിച്ചുകൊണ്ട് പായ്പാടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പായ്പാടൻ കുതിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. പായ്പാടൻ ഈസ് എ വെരി ഗുഡ് ടീം. പക്ഷേ പ്രിയപ്പെട്ട നിലവിൽ ഏറ്റവും മികച്ച സമയം ഇപ്പോഴും PBC തന്നെയാണ്. മേൽപ്പാടത്തിന് ഇപ്പോഴും ഏറ്റവും മികച്ച സമയം. PBC ഫൈനൽ ഉറപ്പിക്കുന്നത് പറയുമ്പോൾ പോലും ഒന്നും പറയാൻ കഴിയില്ല. പായ്പാടൻ കുമരകം ബോട്ട് ക്ലബിന്റെ പായ്പാടൻ നമ്പർ 1 മത്സരമില്ല. ഏകപക്ഷീയമായിട്ട് പായ്പാടൻ കയറി വരികയാണ്. അതിശക്തമായ തിരിച്ചുവരവിനാണ് പുന്നമടയിലെ ഓളപ്പരപ്പ്. അതായത് 5ാം ഗേറ്റിൽ കാര്യമായ മത്സരം നടക്കുന്നില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പായ്പാടന്റെ സ്വേച്ഛാധിപത്യം ഏകാധിപത്യം നടക്കാൻ പോകുന്നു. സെന്റ് പയസും ജവഹർ തായങ്കരിയും ഇപ്പൊ നിലവിലുള്ള പായ്പാടനുമായിട്ട് മുട്ടാനുള്ള അവസ്ഥയിലുള്ള വള്ളങ്ങളല്ല. ഈ കുമരകം ടൗൺ ബ്ലോക്ക് എന്ന് പറയുന്ന വലിയ ക്ലബ്ബാണ്. പായ്പാടൻ പറയുന്നത് ദീർഘനാളായി 10-30 ദിവസമായി കഠിനമായ പ്രയത്നം കഴിഞ്ഞ് പൂർത്തിയാക്കി വരുന്ന ടീമാണ്. ടോണി വർക്കി കാരിച്ചാലാണ് ഏറ്റവും കുറഞ്ഞ സമയം. നടുവിലെ പുറമെ 4.32 അല്ല, PBC ആണ് 4.22. UBC തലവടി 4. അല്ലല്ല, കണക്ക് അങ്ങനെയല്ല. പായ്പാടനോ വള്ളപ്പാടുകൾക്ക് മുന്നിൽ 1ാം സ്ഥാനത്താണ് ഇപ്പോഴും. തൊട്ടുപിന്നിലുണ്ട്. എന്നാൽ പായ്പാടൻ കുതിച്ചു പാഞ്ഞു പോകുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്.